ഹലോ ഗൈസ്, ശ്രീജ ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്നലെ ഞാൻ ഒരു 10:30 വരെ ഡ്രൈവ് ചെയ്തു. എന്നിട്ട് നമ്മൾ വഡോദരയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലം. പക്ഷേ അവിടെ എത്തുന്നതിന് ഒരു 24 കിലോമീറ്റർ മുമ്പ് ഞാൻ റൂം എടുത്ത് സ്റ്റേ ആക്കി. കാരണം ടെൻ്റ് എടുക്കാൻ ഒരു പമ്പിലൊക്കെ ചോദിച്ചപ്പോൾ പമ്പിലൊക്കെ ആണെങ്കിൽ ആകെ അവസ്ഥ മോശമാണ്. പമ്പിൽ സമ്മതിച്ചില്ല. അത് മാത്രമല്ല, അവിടെയൊക്കെ ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് റോഡ് സൈഡിലൊക്കെയാണ് കട്ടിലിട്ടിട്ട് ആൾക്കാർ കിടന്നുറങ്ങണത്. ഇങ്ങനെ വരിയായിട്ട് കിടന്നുറങ്ങണതാണ് റോഡ് സൈഡിലും ആ പറമ്പിലൊക്കെ. അങ്ങനെയൊക്കെയുള്ളൊരു ഏരിയയാണ് കൂടുതൽ അവിടെ കണ്ടിരുന്നത്. പെട്രോൾ പമ്പിൽ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ ഒരു 10-10:30 ആകുമ്പോൾ റൂം എടുത്തേ മതിയാവുള്ളൂ. അവിടെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കിടക്കുക പറഞ്ഞാൽ അത്ര സേഫ് അല്ല. അങ്ങനെ ഞാൻ റൂം എടുത്തു, അവിടെ സ്റ്റേ ആക്കി. അതായത് നമ്മൾ ഉദ്ദേശിച്ച വഡോദരയിൽ നിന്ന് ഒരു 24 കിലോമീറ്റർ മുമ്പ്. ഓക്കെ, അതിനുശേഷം ഇന്ന് രാവിലെ ഒരു 10:30 ഞാൻ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സമയം ഉച്ച 1 മണിയായിട്ടാണ്. അതിനുള്ളിൽ നടന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ ബൈക്കിൻ്റെ സെൽഫ് ന്യൂട്രലാണെങ്കിൽ അടിയുന്നുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ ഇരിക്കുകയാണെങ്കിൽ സെൽഫ് അടിയുന്നില്ല. ഇതിനാണെങ്കിൽ കിക്കറും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ വണ്ടി ഒന്ന് ഷോറൂമിൽ എമയുടെ ഷോറൂമൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു. അതായത് വണ്ടി ഒന്ന് കഴുകണം, പിന്നെ ഈ ഒരു കംപ്ലയിൻറ്റ്, പിന്നെ അല്ലറ ചില്ലറ ഇതിന് ചെയിനൊന്ന് ടൈറ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടുന്ന് നോക്കിയപ്പോൾ ചെറിയൊരു കംപ്ലയിൻ്റാണ്. കാരണം നമ്മുടെ ഗിയറിൻ്റെ അവിടെ ചെറിയൊരു പോയിന്റ് റെഡിയാക്കാനുള്ളൂ. പിന്നെ അതേപോലെ ചെയിൻ ടൈറ്റ് ചെയ്തു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഓയിൽ ഒഴിച്ചു. വണ്ടി വാഷ് ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പുറത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴൊന്നും ഫ്രീ ആവില്ല എന്ന് കണ്ടപ്പോൾ അവിടെ ഇവിടെയും ഡ്രൈ ആയി കിടക്കുന്നിടത്തൊക്കെ ഓയിൽ ഒഴിച്ച് അങ്ങനെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 400 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത്. ഇന്നലെ ശരിക്കും 275 കിലോമീറ്ററാണ് ഇന്നലെ ഓടിയത്. നമുക്കറിയാം ഇത് 145 cc ബൈക്കാണ്. അപ്പോൾ അതിനൊരു പരിമിതി ഉണ്ടാവും. ചില ചോദിക്കണം ഫുൾ ടാങ്ക് അടിച്ചുകൂടിയത്. ഫുൾ ടാങ്ക് അടിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടായി. ഇനി പെട്രോൾ ഫുള്ളൊക്കെ അടിച്ചതിന് വറ്റി പോകണ്ടല്ലോ. ഞാൻ വെറുതെ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡെയിലി 300-400 അല്ലെങ്കിൽ 500 അടിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ അടിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂർ റൂട്ടാണ്. പക്ഷേ ഉദയ്പൂർ എത്തില്ല. ഉദയ്പൂരിൻ്റെ മുമ്പ് ഈ രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡർ ഉണ്ട് ആ ഒരു ഏരിയയിൽ. പക്ഷേ അതിനും മെയിനായിട്ടും ഒന്ന് സൈഡാക്കിയിട്ട് നമുക്ക് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം. കാരണം കണ്ടൻറ്റ് വീഡിയോ ഇന്ന് എന്തായാലും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടൊരു 1.5 മണിക്കൂർ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടാൽ നമ്മളവിടെ സൈഡാക്കിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നടന്നത്. ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. നല്ല ചൂടാണ്. നല്ല വെയിൽ, നല്ല ചൂട്. മഹാരാഷ്ട്രത്തെ പേമാരിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഭയങ്കര വെയിലായി. അവിടെ ആണെങ്കിൽ പ്രളയം, ഉരുൾപൊട്ടൽ, മഴ ആകെ പ്രശ്നമായിരുന്നു. ഇപ്പോൾ നല്ല വെയിലാണ്. ഓക്കെ, നമുക്കെന്തായാലും ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു തണലും ഇവിടെ പറ്റില്ല. നല്ല എവിടെയെങ്കിലും ഇരിക്കാനൊക്കെ നല്ല സേഫായിട്ടൊരു സ്ഥലം കിട്ടിയാൽ കുറച്ച് നേരം വെയിൽ കാലാവസ്ഥയൊക്കെ. ഇപ്പോൾ ഈ നട്ടുച്ച നേരമല്ലേ, ഈ സമയത്തൊന്ന് സൈഡാക്കിയിട്ട് വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുക. എവിടെയെങ്കിലും നല്ല തണൽ കണ്ടിട്ട് അവിടെ അങ്ങോട്ട് കുറച്ച് നേരം ഇരിക്കാം. അപ്പോഴേക്കും ഒന്ന് ചൂടാറുമ്പോഴേക്കും യാത്ര തുടങ്ങാം. അതാകും ബെറ്റർ. ഇന്നലെ ഇപ്പോൾ റൂം എടുത്തത് അത്രയും അവസ്ഥ കാരണമാണ്. ഓക്കെ, നമ്മളിനി എന്തായാലും ചില ദിവസങ്ങൾ റൂം എടുത്തിട്ടുള്ളൂ. പക്ഷെ റൂം എടുക്കുമ്പോൾ ചിലവ് കൂടുകയാണ്. അതാണ് പ്രശ്നം. പിന്നെ അതിൻ്റെ ഇടയിൽ ചായ കുടിച്ചു. ഒരു 11 ആ ഒരു സമയത്ത് 11-11:30 ആ ഒരു ടൈമിൽ ചായ കുടിച്ചിരുന്നു. പിന്നെ നൈറ്റ് ഡ്രൈവ് ചെയ്തത് അത്ര പെർഫെക്റ്റ് അല്ല എനിക്കല്ല. നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ആ നേരത്തെ ടാങ്കർ ലോറിയും കണ്ടെയ്നറും വലിയ വലിയ വണ്ടികളാകും റോഡിൽ. പിന്നെ രാത്രി അത്ര ചിലപ്പോൾ നമ്മൾ ടയർഡായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഡ്രൈവ് ചിലപ്പോൾ അത്ര സ്മൂത്തൊന്നും ആയിരിക്കില്ല. പിന്നെ വർക്ക്ഷോപ്പിൽ 50 രൂപയായുള്ളൂ കേട്ടോ. ചെയിൻ ടൈറ്റ് ചെയ്തു. അവിടെ ഇവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു. അതേപോലെ നമ്മുടെ ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് അതൊന്ന് സെറ്റാക്കി. പിന്നെ മിററ് ചെറിയൊരു ആട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു നെറ്റ് പോയതാണ്. അതൊന്ന് ടൈറ്റ് ചെയ്തു. അങ്ങനെ ചില്ലറ പണികളാണ്. ഞാൻ വിചാരിച്ച് സെൽഫ് അത് ആ മോട്ടർ കംപ്ലയിൻ്റ് ആകും, അത് റെഡിയാക്കേണ്ടി വരുന്നു. പക്ഷെ അത് വേണ്ടി വന്നില്ല. അങ്ങനെ അവിടെ 50 രൂപയുള്ളൂ. ഓക്കെ, അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സ്ഥലം കണ്ട് സൈഡാക്കുക. ഏതായാലും നല്ല പൊട്ട വെയിലൊക്കെ അല്ലേ. ചില സ്ഥലത്തൊക്കെ എത്തുമ്പോഴേ ഭയങ്കര മണാണ്. ജാതി മണം ഉണ്ടാവും. ഇവിടെ ഉള്ളവർക്കൊക്കെ അത് പിന്നെ എന്തായി. ഇപ്പം നമ്മളാണെങ്കിലും അറിയാം, നമ്മളിപ്പോൾ ഇവിടെ 1 മാസം നിൽക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അത് വലുതായിട്ട് തോന്നില്ല. ഇതിലൂടെയൊക്കെ പാസ് ചെയ്യുമ്പോഴേ ചില സ്ഥലത്ത് കൂടെയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഒടുക്കത്തെ മണാണ്. വേസ്റ്റ് കൂട്ടിയിട്ടിട്ടും ആകെ
എന്തായാലും ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാം. ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടാവാം ഇനിയത്തെ യാത്ര. ഒരു മെഷീൻ കണ്ടില്ലേ, ഹോണ്ട എഞ്ചിനാണ്. റോഡ് സൈഡിലൊന്ന് സൈഡാക്കി ഒരു ചെറിയൊരു കൂട് വണ്ടിയിൽ കുറേ ആൾക്കാരെ കൊണ്ടുപോകണം. നോക്ക്, പോകണം. എത്ര ആൾക്കാരായാൽ 12-13 ആൾക്കാർ. അങ്ങനെ കുറച്ച് നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം ഒരു ഷെഡിൻ്റെ അവിടെ റോഡ് സൈഡാക്കി. നമുക്കൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്യണം, പിന്നെ സ്റ്റോറേജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അങ്ങനെ ഒന്ന് സൈഡാക്കി. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം. അങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്നു, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഒരു 1 മണിക്കൂറിൽ കൂടുതൽ ഇവിടെ തന്നെ ആയിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കുക, ഒരു പാടപ്രദേശമാണ്. വ്യൂ അത്ര സംഭവം വ്യൂ അല്ല, എന്നാലും നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു അതേ വൈബുള്ള ഒരു വ്യൂ തന്നെയാണ് ഇവിടെ. ഈ വീട് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയൊരു അമ്പലം ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് പോകാൻ നോക്കണം. ഞാൻ വണ്ടിയുടെ മെയിൻ്റെനൻസ് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ ഇങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ബൈക്കിന് ഞാൻ എന്തൊക്കെ മെയിൻ്റെനൻസ് കേരള ടു ലഡാക്ക് യാത്രയിൽ എന്തൊക്കെ മെയിൻ്റെനൻസ് ബൈക്കിന് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ആദ്യമായിട്ട് എനിക്ക് എൻജിൻ വർക്ക് എന്തായാലും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു സാധനം അവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻജിൻ വർക്ക് എന്തായാലും ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് എൻജിൻ വർക്ക് ചെയ്തു. പിന്നെ ഫ്രണ്ട് ടയർ ഏകദേശം ഒരു പുതിയ തന്നെയാണ്. ബാക്ക് ടയർ ആണെങ്കിൽ എന്തായാലും മാറ്റേണ്ടതാണ്. ലഡാക്കിൽ ഈ ടയർ സെറ്റ് ആവില്ല എന്ന് വിചാരിക്കണം, കാരണം അത് ഏകദേശം മാറ്റാറായതാണ്. അപ്പോൾ ഒരു ശ്രീനഗർ ആ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ മാറ്റാമെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ളത് ക്ലച്ച് കേബിൾ, ബ്രേക്ക് കേബിളൊക്കെ മാറ്റി അത്യാവശ്യം സ്മൂത്താക്കി, ബ്രേക്കൊക്കെ സെറ്റാക്കി, ഫ്രണ്ട് ബ്രേക്ക് ബാക്ക് ബ്രേക്കൊക്കെ സെറ്റാക്കി. പിന്നെ സീറ്റ് ഇതിൻ്റെ അല്ലായിരുന്നു, പക്ഷേ ഇത് കുറച്ച് സോഫ്റ്റ് സീറ്റാണ്. അത് ഞാൻ പിന്നെ ലോങ് പോകുമ്പോൾ ഇതിനായിട്ടായിട്ട് ഉണ്ടാക്കിയതല്ല. ലോങ് പോകുമ്പോൾ എന്തായാലും കുറച്ച് ഹാർഡാണെങ്കിൽ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഞാനൊരു ജെൽ ടൈപ്പ് ഓൺലൈനിൽ 900 സംതിങ്ങിൻ്റെ ഒരു ജെൽ ടൈപ്പ് സീറ്റ് വാങ്ങി ഉള്ളിൽ ആഡ് ചെയ്തിട്ട് കവർ ചെയ്തതാണിത്. പിന്നെന്താ, പിന്നെ അങ്ങനെ വലിയ മെയിൻ്റെനൻസ് ഓയിൽ ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ ഒരു 3000 കിലോമീറ്റർ ആകുമ്പോൾ അടുത്ത് ഒരു ഓയിൽ ചേഞ്ചിങ് നടത്തണം. കൂടുതലായിട്ട് നമ്മൾ ബ്രേക്ക്, ക്ലച്ച് കേബിൾ, പിന്നെ ചെയിൻ സോക്കറ്റ് മാറ്റിയതായിരുന്നു. അതെന്തായാലും മാറ്റാറായിട്ടുണ്ടായിരുന്നു. കാരണം എൻജിൻ പണി ചെയ്തപ്പോൾ എന്തായാലും ചെയിൻ സോക്കറ്റും സെറ്റാക്കി. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക, എയർ ഫിൽറ്റർ അത് സെറ്റാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും ഞാൻ ഇന്നത്തെ കംപ്ലയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ സെൽഫ് അതിപ്പോഴും ഉണ്ട്. ഞാൻ നേരത്തെ വർക്ക്ഷോപ്പിൽ കയറിയില്ല, പക്ഷേ അതങ്ങോട്ട് സെറ്റായിട്ടില്ല. ന്യൂട്രലിട്ടാലേ സെൽഫ് സ്റ്റാർട്ട് ആവണുള്ളൂ. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് വർക്ക്ഷോപ്പിൽ കയറണം. വേറെ ഇപ്പോൾ വലിയതൊന്നായിട്ട് തോന്നിയില്ല. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് ഞാൻ പോകാൻ നേരത്ത് കുറച്ച് ചെക്കന്മാർ ഇവിടെ വന്ന കേട്ടോ. അവരായിട്ട് കുറച്ച് സംസാരിച്ച് അങ്ങനെ പോവുകയാണ്. ഓക്കെ. അങ്ങനെ ഇവിടുന്ന് ഓക്കെ, താങ്ക് യു. അങ്ങനെ അവർ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് അവരുടെ യാത്ര പറഞ്ഞ് അങ്ങനെ നമ്മൾ വീണ്ടും NH ചാടിയിരിക്കുകയാണ്. NH ഇന്ന് ശരിക്കും യാത്ര കുറവായിരുന്നു. കാരണം എഡിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ ഓടി. ഇന്നെന്തായാലും രാജസ്ഥാനിലേക്ക് കിടക്കാൻ നോക്കാം. സൈഡിലൊക്കെ കണ്ടില്ലേ, അവിടെ നെല്ല് ഞാറ് നടുകയാണ്. ഞാറ് നടുന്നുണ്ട് അവിടെ. ഓക്കെ, അത് ഗോതമ്പായിരിക്കില്ല, റൈസ് തന്നെ ആവും. പോവാം. സൈഡിലൊക്കെ ഒരുപാട് ഫാക്ടറികളുണ്ട്.
അത് മഹാരാഷ്ട്രയിലാണെങ്കിലും അതെ, റോഡ് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല വലിയ വലിയ ഫാക്ടറികൾ, ഓരോരോ സംഭവങ്ങളൊക്കെ ആയിട്ട്, സോപ്പ് കമ്പനി, പ്ലാസ്റ്റിക്, ഗ്ലാസ്, അങ്ങനെ അങ്ങനെ ഓരോ കെമിക്കൽ കമ്പനികൾ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു വയറുള്ളത്, അതാണ് കംപ്ലൈൻ്റായി. അത് ചെറിയ ചെറിയ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് തീരെ സൗണ്ടില്ല. ലാസ്റ്റ് അത് കളഞ്ഞ് പിന്നെ ഒരു ഹെഡ്സെറ്റ് വാങ്ങണം വയറുള്ളത്. വയർലെസ് വേണ്ട, ബ്ലൂടൂത്ത് ശരിയാവില്ല. വയറുള്ളതാകുമ്പോൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മറ്റേത് ഹെൽമെറ്റിൻ്റെ ഇടയിൽ തിരികെ വെക്കലും ഹെൽമെറ്റ് വരുമ്പോൾ ഒക്കെ അത് ഇതാവും. വൈകുന്നേരമായി, നല്ല സൂര്യനും ഒക്കെ ആയിട്ടുള്ളൊരു വൈകുന്നേരം കാണാൻ പറ്റി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊന്നും അങ്ങനെ ഇങ്ങനെയുള്ളൊരു വൈകുന്നേരം ഒന്നും കണ്ടിട്ടില്ല. ഒക്കെ മഴയും പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരുന്നു. ഇന്നലെ പിന്നെ ചെറുതായിട്ടൊക്കെ ഓക്കെ. അതിന് മുന്നുള്ള ദിവസങ്ങളൊക്കെ ആകെ സീനല്ലായിരുന്നു. ബ്ലോക്ക് അവിടെ ചുറ്റി മൊത്തം ബ്ലോക്കാവും. അവിടെ തന്നെ ബ്ലോക്ക് ഉണ്ട്. അഹമ്മദാബാദ് എത്തി. അഹമ്മദാബാദ് നല്ല തിരക്കുള്ള സിറ്റി ആയിരുന്നു കേട്ടോ. ആ തിരക്കുള്ളിടത്തുനിന്ന് ഞാനങ്ങോട്ട് എങ്ങനെയൊക്കെ കുറച്ചൊന്ന് തിരക്കില്ലാത്തൊരു ഏരിയയിലേക്ക് വണ്ടി എടുത്തിരിക്കുകയാണ്. അയ്യോ, അവിടെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര ജനങ്ങളവിടെ. ഓട്ടോറിക്ഷയും, എത്ര ഓട്ടോറിക്ഷകളാണ്. റൂട്ട് ചെറുങ്ങനെ തെറ്റി യു ടേൺ എടുക്കാനാണ് എനിക്ക് തോന്നി. തിരക്കില്ലാത്ത ഈ റൂട്ട് കണ്ടപ്പോൾ വീണ്ടും തിരക്കിലേക്കാണോ പോണത്? നോക്കി നോക്കാം. बहुत मजा। मतलब ऐसे अकेले तुम्हारे सफर करना अच्छा लग रहा है? अकेले आए? केरला? हाँ केरला। लद्दाख जा रहे हो? അവര് ഒറ്റയ്ക്കാണോന്നാ ചോദിക്കണത്. ഒറ്റയ്ക്ക് പോകുമ്പോൾ സന്തോഷം ഉണ്ടോന്ന്, ഇത്ര ദൂരം പോകണേല്. അങ്ങനെ ഞാനൊന്ന് സൈഡാക്കി കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ്, അടിപൊളി വ്യൂ കണ്ടോ. നല്ലൊരു ബ്രിഡ്ജും, ഇവ അടിപൊളി. ഇതിങ്ങനെ ഒരു ഗ്രൗണ്ടും ഇതിൻ്റെ ഒരു സൈഡും നല്ലൊരു അടിപൊളി വൈബാണ് ഇവിടെ. അഹമ്മദാബാദ് സിറ്റി അടിപൊളിയാണ് കേട്ടോ, അടിപൊളി, സൂപ്പർ ക്ലീന്, നല്ല റോഡ്, ഫുൾ പോലീസ്, ട്രാഫിക് ഒക്കെ സെറ്റാണ് ഇവിടെ അഹമ്മദാബാദ് സിറ്റിയിൽ. ഓക്കെ, ഞാൻ അതിനിടയ്ക്ക് ഒരു മേഡത്തിന് പരിചയപ്പെട്ടു. അവരെന്നിട്ട് സെൽഫിയൊക്കെ എടുത്തു. ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം ആ സെൽഫി ചേർക്കാം. ഇതാണത്. അവർ റൈഡൊക്കെ പോകാറുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ സംസാരിച്ചു, വണ്ടി സൈഡാക്കി ഫോട്ടോ ഒക്കെ എടുത്തു. ഓക്കെ, മുന്നോട്ട് പോകാം. നമുക്ക് ഈ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടൊന്ന് ഫുഡ് കഴിക്കാൻ. ഒട്ടുമിക്ക ആൾക്കാർ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് അടിപൊളിയാണെന്ന് തോന്നുന്നത്. കുറച്ച് അപ്പുറത്ത് നമ്മൾ ഗുജറാത്തിൽ ചിലയിടത്തൊക്കെ ഒരു ബൈക്കിൽ 4 ആളെ വെച്ചിട്ടും RTOയുടെ ജീപ്പിന് മുന്നിൽ കൂടെയൊക്കെ ഹെൽമെറ്റ് ഇടാതെയൊക്കെ പോകണം. അതൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ അടിപൊളിയാണ്. ഒക്കെ ക്ലീനാണ്, നല്ല അടിപൊളി റോഡ്, ക്ലീന്. അഹമ്മദാബാദ് സിറ്റി അത് പറയാതെ വയ്യ.
പിന്നെ ഫുള്ള് പോലീസ് എല്ലാം ഓരോ മൂലയിലും ഫുള്ള് അടിപൊളിയായിട്ട്. ഇവിടുന്ന് എങ്ങോട്ടാ? ആ പെട്ടെന്ന് ക്ലിയർ ആവും. എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായാൽ എല്ലാം ബ്ലോക്കാവും. നല്ല അടിപൊളി സിറ്റി. ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ, ഒരുപാട് ദൂരത്തോളം. പക്ക ക്ലീന്. പിന്നെ വഴിയോര കച്ചവടങ്ങളില്ല, അങ്ങനെ വേസ്റ്റ് അങ്ങനെ ഒന്നുമില്ല. അടിപൊളി സിറ്റി. അല്ലാതെ ബ്ലോക്കും ഇല്ല. അപ്പോൾ ഇത്രയും വണ്ടികൾ ഓടുന്നുണ്ടെങ്കിലും അപ്പോൾ മൂവ് ആവുന്നുണ്ട്. എവിടെയെങ്കിലും ഒന്ന് പെട്ടു. അങ്ങനെ ഇത്രയും ദൂരം വന്നതിൽ അത്ര മണം. മറ്റേ ദുർഗന്ധമായിരുന്നു ഗുജറാത്തിലെ ഒട്ടുമിക്ക സിറ്റിയിലെത്തുമ്പോഴും. ഇവിടെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പക്ക ക്ലീനാണ്. ഓക്കേ, എനിക്ക് തോന്നണതേ മുംബൈയിലെ തിരക്കിൽ പോയി പെട്ടാൽ പോലും ഇത്രയും അടിപൊളിയായിട്ട് തോന്നില്ല. മുംബൈ ആകെ ഭ്രാന്ത് പിടിക്കും മുംബൈയിലൊക്കെ. ഇവിടെ പക്ക റോഡ്, ഞാൻ പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നില്ല. അടിപൊളി പരിപാടി. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ 2 വടാപ്പാവും ഒരു ബോട്ടിൽ മിൽക്ക് ഷേക്കിൻ്റെ ഇതും അങ്ങനെ കഴിക്കുകയാണ്. അഹമ്മദാബാദാണുള്ളത്. സമയം ഇപ്പോൾ 8:34. ഇനി ഇത് കഴിച്ചിട്ടാവാം ബാക്കി യാത്ര. അഹമ്മദാബാദ് സിറ്റി ഒരു ഒന്നൊന്നര സിറ്റി തന്നെയാണ്. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഉദയ്പൂർ റൂട്ട് രാജസ്ഥാൻ. ഇന്ന് രാജസ്ഥാൻ ബോർഡർ കടക്കുമോ ഇല്ലയോ, ഇന്ന് രാത്രി എവിടെയാവും സ്റ്റേ ചെയ്യുക, അങ്ങനെ 2 ചോദ്യങ്ങളാണുള്ളത്. എന്തായാലും കണ്ടറിയാം. അങ്ങനെ ഞാൻ കുറേ ദൂരം വന്ന് ഉദയ്പൂർ റൂട്ടിന് ഒരു കമൽപൂർ എന്നൊരു സ്ഥലത്തിനടുത്ത് ഒരു പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിൽ റൂം എടുത്തു. അത് 600 രൂപയാണ് അതിന് ചാർജ്. അപ്പോൾ അത് റേറ്റ് കുറവിന് കിട്ടിയ കാരണം സമയം പിന്നെ 10 മണിയൊക്കെ കഴിഞ്ഞു. ഞാനൊരു പെട്രോൾ പമ്പിൽ ചോദിച്ചിരുന്നു. അവിടെ പിന്നെ കൂടുതൽ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് വിട്ടു. പിന്നെ കൂടുതൽ പമ്പിലൊക്കെ കുറേ പേരൊക്കെ കട്ടിലൊക്കെ ഇട്ട് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനൊരു ഏരിയയാണ് കൂടുതലും. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഒരു ഗസ്റ്റ് ഹൗസ് കണ്ടപ്പോൾ ഇവിടെ വന്ന് സൈഡായി. ഓക്കെ, ബാക്കി വീഡിയോ നാളത്തെ വിശേഷം കേരള ടു ലഡാക്ക് യാത്രയുടെ നാളത്തെ കാഴ്ചകൾ നാളെ കാണാം.